ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള T20 പരമ്പര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യ മത്സരം മഴ മൂലം ഫലമില്ലാതെ അവസാനിച്ചെങ്കിലും ഇനി 4 മത്സരങ്ങളാണ് പരമ്പരയിൽ ശേഷിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ചരിത്രമെഴുതാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ സഞ്ജു സാംസൺ മികവ് കാട്ടാത്തത് ഇന്ത്യയെ പ്രതികൂലമായി ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ് കേട്ടോ. അതുമാത്രമല്ല 15-കാരനായിട്ടുള്ള വെടിക്കെട്ട് ഓപ്പണർ വൈഭവ് സൂര്യവംശിയെ കരക്കിരുത്തിയിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അയർലൻഡിലെ T20 പരമ്പരയിലും വൈഭവ് ടീമിനൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒന്നാം T20യിൽ 7 പന്ത് നേരിട്ടിട്ട് 1 റൺസായിരുന്നു കേട്ടോ സഞ്ജു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതോടെ സഞ്ജുവിനെതിരെയുള്ള വിമർശനവും ശക്തമായിരിക്കുകയാണ്. സഞ്ജുവിനെ പുറത്താക്കി പകരം വൈഭവിനെ കളിപ്പിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ടീം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ജുവിനെ മാറ്റുന്നതിന് പകരം മിഡിൽ ഓർഡറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന തിലക് വർമ്മയെ മാറ്റിയിട്ട് അതിന് പകരം സൂര്യവംശിയെ ടീമിലേക്ക് കൊണ്ടുവരികയും ഓപ്പണിംഗ് സ്ഥാനത്ത് സൂര്യവംശിയെ ഇറക്കിയതിന് ശേഷം സഞ്ജു സാംസനെ തിലക് വർമ്മയ്ക്ക് പകരം പ്ലേസ് ചെയ്യാനാണ് കേട്ടോ ഇപ്പോൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം തിലക് വർമ്മയുടെ ഇന്നലത്തെ T20 മത്സരം എടുത്ത് നോക്കുന്ന സമയത്ത് 13 ബോളിൽ 13 റൺസ് എന്ന നിലയിലായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ബൗണ്ടറിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ തിലക് വർമ്മയ്ക്ക് നേടാനായിരിക്കുന്നത്. 21 പന്തിൽ 19 റണ്ണ്, അതേപോലെ തന്നെ 46 ബോളിൽ 55 റണ്ണ് എന്നിങ്ങനെയൊക്കെയാണ് കേട്ടോ ശരിക്കും അവസാനത്തെ മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ തിലക് വർമ്മൻ്റെ അക്കൗണ്ടിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇതെടുത്ത് നോക്കുന്ന സമയത്ത് വളരെ ദയനീയമായിട്ടുള്ള സ്കോറിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ദിലക് വർമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് നേടിത്തന്നൊരു താരം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് മത്സരങ്ങളിൽ അവസരം ലഭിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ വൈഭവ് സൂര്യവംശിയെ ഇനിയും വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വൈഭവ് സൂര്യവംശിയെ പോലെയുള്ളൊരു പ്ലെയറിന് കളിക്കാൻ അവസരം ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് മാറ്റി തിരുത്തി കുറിക്കാനുള്ള ഒരുപാട് റെക്കോർഡുകൾ ഈ പ്രായത്തിലുണ്ട്. അങ്ങനെ ഒരു അവസരം ലഭിക്കുകയും ചെയ്യും. 3-ാം സ്ഥാനത്തിലേക്ക് സഞ്ജു വരിക വഴി സഞ്ജുവിന് ഈ ഓപ്പണിംഗ് സ്ഥാനത്തുള്ള ഒരു പ്രഷർ അത് മാറിയിട്ട് അദ്ദേഹം റിലാക്സായി കളിക്കാനും അതൊരു ഉപകാരമായി മാറും. 4-ാം സ്ഥാനത്തായിട്ട് എന്നും ഇറങ്ങുന്നത് പോലെ തന്നെ ശ്രേയസ് അയ്യരും, 5-ാം സ്ഥാനത്ത് തിലക് വർമ്മൻ്റെ സ്ഥാനത്ത് വന്നിട്ട് ഇഷാൻ കിഷാനും ഇറങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഇന്ത്യൻ ടീമിനുള്ളൂട്ടാ. അതുവഴി കുറച്ചുകൂടി ആ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് കൂടും എന്ന് മാത്രമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും ഇന്ത്യൻ ടീം ഒരു ടീമിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും വൈഭവ് സൂര്യവംശിയെ ഇനിയും ഇന്ത്യക്ക് പുറത്തിരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 2-ാം T20യിൽ കളിക്കുമെന്ന് തന്നെ കരുതാണ്ട. വൈഭവ് സൂര്യവംശിയെ സഞ്ജുവിനെ പകരം ടീമിൽ ഇറക്കുന്നതിന് പകരം വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയെ മാറ്റിയിട്ട് അതിന് പകരം ടീമിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ.